അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിതിന് നീതി തേടി ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താൽ തുടരുന്നു. സംസ്ഥാന വ്യാപകമായി സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും ഹർത്താൽ അക്രമത്തിൽ കലാശിച്ചു. രോഗികൾ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിൽ പൊതുജനം വലഞ്ഞു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരണപ്പെട്ട നിതിന് നീതി തേടിയാണ് വിവിധ ദളിത് സംഘടനകൾ ഇന്ന് ഹർത്താൽ നടത്തുന്നത്. എന്നാൽ ഹർത്താൽ പലയിടത്തും അക്രമത്തിലേക്കും സംഘർഷത്തിലേക്കും കലാശിച്ചു. തിരുവനന്തപുരത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞത് വിദ്യാർത്ഥികളെയും രോഗികളെയും വലച്ചു. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് ദളിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധത്തിൽ പുന്നല ശ്രീകുമാറിനെ കുലം കുത്തിയെന്ന് വിളിച്ച് സമരാനുകൂലികൾ. CPMന്റെ കുഴലൂത്താണ് പുന്നല നടത്തുന്നതെന്നും വിമർശനം. KPMSന്റെ ഒരു വാലാണ് ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത്. അത് കുലംകുത്തിയ കാലാകാലങ്ങളായി സമരത്തെ പിന്നിൽ നിന്ന് പൊളിക്കുന്ന ആളാണ്. വാളയാറിലെ 2 പെൺകുട്ടികളുടെ കൊലയുണ്ടല്ലോ. 2 പെൺകുട്ടികൾ അവിടെ തൂങ്ങി മരിച്ചെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ കൊല നടത്തിയിട്ടുണ്ടല്ലോ. അതിലെ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി സഹായിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ കാല് അച്ഛനെ അമ്മയും കൊണ്ട് പിടിപ്പിച്ചില്ലേ? ആരാ പിടിപ്പിച്ചത്? അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളെല്ലാം കൂടെ നേരത്തെ ഒരു വലിയ നേതാവാക്കി വെച്ചിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല. കൊല്ലം ജില്ലയിൽ ഹർത്താൽ ഭാഗികമാണ്. കുണ്ടറ, മുളവനയിലും കാരാളിമുക്കിലും കൊട്ടാരക്കരയിലും ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞു. കാരാളിമുക്കിൽ SSLC വാലുവേഷന് പോയ അധ്യാപക സംഘത്തെ തടഞ്ഞതായും അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട്. ചവറയിലേക്ക് പോയ അധ്യാപകരെ ആക്രമിക്കാൻ ശ്രമിച്ചതായും അസഭ്യം പറഞ്ഞതായും പരാതികൾ ഉയരുന്നു. കൊല്ലം വാക്കനാട് സ്കൂളിലെ അധ്യാപകനായ മനോജ് ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് തടഞ്ഞത്. ആര് ചെറഞ്ഞ് പേപ്പറൊക്കെ മുതലേ പറഞ്ഞോളൂ. ചെറഞ്ഞൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. പത്തനംതിട്ട തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ സമരക്കാർ തടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ രോഗിയെയാണ് തടഞ്ഞത്. ഇന്നത്തെ രേഖ കാണിച്ചാൽ വിടാമെന്ന് പറഞ്ഞ് രോഗിയോട് തട്ടിക്കയറി. മരുന്നുമായി വന്ന വാഹനവും തടഞ്ഞു. അടൂരിലും പത്തനംതിട്ടയിലും KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. അടൂരിൽ യാത്രക്കാരുമായി പ്രതിഷേധക്കാർ വാക്കുതർക്കത്തിലായി. കടകൾ അടപ്പിക്കില്ലെന്നും വാഹനങ്ങൾ തടയില്ലെന്നും പ്രഖ്യാപിച്ച ദളിത് സംഘടനകളുടെ ഹർത്താലാണ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ വ്യാപക സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അക്രമത്തിലും വാക്കുതർക്കത്തിലും വാഹനം തടയലുമായി ഹർത്താൽ തുടരുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.